ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെസ്റ്റേൺ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതും റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മീറ്റർ ജോർജറ്റാണ് യൂസ് ചെയ്യുന്നത്. ലൈനിങ് 3 മീറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിന് തന്നെ നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ക്ലോത്തിനെ 2ആയിട്ട് മടക്കി പിന്നെ അതിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യം തന്നെ കട്ട് ചെയ്യേണ്ടത് യോക്ക് പോർഷനാണ്. അപ്പോൾ ക്ലോത്തിന് 2ആയി എന്നിട്ട് 4ആക്കി മടക്കിയിട്ടുണ്ട്. യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, 13, 14 ആ ഒരു ലെങ്ത്താണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എത്ര വിടുത്ത് വേണമെന്നൊക്കെ നോക്കിയിട്ട് ആദ്യം തന്നെ ഇതിനെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ആദ്യം കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൽ നിന്ന് ബാക്ക് പോർഷൻ അങ്ങോട്ട് മാറ്റി എന്നിട്ട് ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് യോക്കിൽ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന വിടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 ആണ്. നമ്മൾ നെക്കിൻ്റെ വിടുത്ത് എന്ന് ഉദ്ദേശിക്കുന്ന പോലെയാണ് ഞാനിത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3.5 ഇങ്ങനെ നേരെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നേരെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നോർമൽ എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അത് കഴിഞ്ഞിട്ട് ആം ഹോള് ഒക്കെ ഇതൊക്കെ സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് എത്രയാണ് ബോഡി ഷേപ്പ് എന്നുള്ള ബോഡി ഷേപ്പ് എടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കണം. കാരണം നമുക്ക് ആ ഒരു സെൻറ്ററിൽ കട്ടിങ് വരുന്നത് കൊണ്ട് തന്നെ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെപ്പോഴും നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു ചെറിയൊരു ഡിസൈനും കൂടി വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒരു ലൈന് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ലൈന് വരച്ചു കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇവിടുന്ന് നമ്മുടെ യോക്കിൻ്റെ ആം ഹോളിൻ്റെ ഇവിടത്തേക്ക് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഇവിടുന്ന് ഈ ഒരു വരയില്ലേ, അവിടുന്ന് നെക്കിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ അവിടത്തേക്ക് ഒരു ഇങ്ങനെ ചെരിച്ചിട്ടൊരു വര വരച്ച് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെയാണ് ലൈന് വന്നിട്ടുള്ളത് എന്നുള്ളത്. കണ്ടില്ലേ, ഇതേപോലെയാണ് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ സെൻറ്ററിലും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്ക് എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് അങ്ങനെ വ്യത്യാസമായിട്ടൊന്നുമില്ല. 7 മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആം ഹോള് മാർക്ക് ചെയ്യുക, ഷോൾഡർ, ആം ഹോള് ഇതൊക്കെ മാർക്ക് ചെയ്തു. പിന്നെ ഇതിൽ ഈ സെൻറ്ററിൽ കട്ടിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ താഴത്തുള്ള 3 ഇഞ്ച് താഴ്ത്തിയിട്ട് വന്നിട്ടില്ലേ, ആ ഒരു സംഭവം കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വരയും നമ്മൾ ഈ നെക്കിൻ്റെ ഈ വിടുത്തുണ്ടല്ലോ, ആ ഒരു വരയും കൂടി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ട് ബോഡി ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ടൊന്നും കൊടുക്കണ്ട. പിന്നെ തയ്യൽ തുമ്പ് നോർമലി എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുക. അതിന് വിട്ടു പോകരുത്, അതെപ്പോഴും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗവും കൂടി ഇതേപോലെ കട്ട് ചെയ്യുക. ഇതിൽ നമുക്ക് സെൻറ്ററിൽ കട്ടിങ് ഇല്ല, ഇത് ബാക്ക് പീസാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് ബാക്ക്, ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് കട്ടിങ് കാര്യങ്ങൾ വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ക്ലോത്തിൽ, ഈ ജോർജറ്റ് ക്ലോത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഓരോന്നോരോന്നായിട്ട് പാർട്ടായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. എന്താ പറയുക, ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സെൻറ്ററിൽ വെക്കാനുള്ള ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് 44 ആണ് വരുന്നത്. ആ ഒരു വിഡ്ത്ത് കംപ്ലീറ്റ് കിട്ടുന്ന പോലെയാണ് ഞാനിത് എടുക്കുന്നത്. ഞാൻ ആദ്യം ഇതിനെ ഇങ്ങനെ നേരെ പകുതിയായിട്ടൊക്കെ മടക്കിയിട്ട് വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് കണ്ടില്ല, ഈ ഒരു പീസ് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതെല്ലാം നിവർത്തി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. നമുക്ക് ആ ഒരു പീസ് കിട്ടിയാൽ മതി. ആ ഒരു പീസിന് കറക്റ്റായിട്ട് നമുക്ക് പീസ് കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ. ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ആ 44 വിടുത്ത് വരുന്ന ആ ക്ലോത്തിനെ ഫുള്ളായിട്ട് ഞാൻ ആ ഒരു പീസിനേക്ക് വേണ്ടിയിട്ട് എടുക്കുകയാണ്. കണ്ടില്ലേ, ആ താഴെ വരയ്ക്കും വരുന്ന പോലെ ഫുള്ളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്താ പറയുക, അത് വലുതായിട്ടൊന്നും ഇല്ല കാണിക്കാൻ. ഇതേപോലെ ഒരു സ്ക്വയർ പീസ് ഈ ഒരു പീസിന് കറക്റ്റായിട്ട് ഒരു സ്ക്വയർ പീസ് എനിക്ക് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു 44 വിഡ്ത്തിൽ അങ്ങ് ഫുള്ളായിട്ട് എടുക്കുന്നതെന്ന് മാത്രമല്ല, അതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇതേപോലെ ആ ഒരു സെൻറ്ററിൽ വെക്കാനുള്ള പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ വരുന്ന പീസും ഇതേപോലെ ആ ഒരു 44-ൽ ഫുള്ളായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു പീസും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് നേരെ പകുതി ഞാൻ മടക്കി വെച്ചത് എൻ്റെ സൗകര്യത്തിന് വേണ്ടി മടക്കി വെച്ചതാണ് കേട്ടോ. അതും 44 വിടുത്ത് വരുന്ന ക്ലോത്ത് തന്നെയാണ്.
ഇതാ. ഇനി അതിലിനി ഡൗട്ട് വരണ്ട, അതെന്താണ് അങ്ങനെ പകുതി മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. പകുതി ഞാൻ എൻ്റെ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ നേരെ നമുക്ക് 2 സൈഡിലും പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് മാച്ചായിട്ട് ഇങ്ങനെ ഇതേപോലെ 3 പീസ് നമുക്ക് സെൻറ്ററിൽ ഒന്നും ലെഫ്റ്റും റൈറ്റും ഒന്നും അങ്ങനെ 3 പീസ് നമുക്ക് ഫുള്ളായിട്ട് ആവശ്യമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്ക് പീസാണ്. ബാക്ക് പീസ് ഓൾറെഡി നമ്മൾ ഇതേപോലെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ബാക്ക് പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്ക് പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ അതിനെ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വീതി കൂടുതലായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നല്ല വീതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട്, അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ, 4 പീസ് നമുക്കിപ്പോൾ കാണും. ഇതിൽ വെക്കുമ്പോൾ 4 പീസായിട്ട് തന്നെ കാണും. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്ലീവും ഷോൾഡറൊക്കെ ഒന്നിച്ചിട്ട് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. ഇതേപോലെയാണ് എനിക്ക് വേണ്ടത്. നമ്മുടെ ഷോൾഡറും സ്ലീവും ഒക്കെ ഒന്നിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ പീസ് വെച്ചിട്ടില്ല. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലെങ്ത്താണ് വരിക. ഇത് ഇവിടുന്ന് താഴത്തേക്ക് ലെങ്ത്ത്, പിന്നെ എത്രയാണ് സ്ലീവ് ലെങ്ത്ത് വേണ്ടത്, നമ്മൾ ഈ മേളിൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ മടക്ക് വരുന്ന ആ ഒരു ഭാഗത്താണ് സ്ലീവിൻ്റെ ലെങ്ത്ത്. ഞാനിപ്പോൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 14 എത്രയാണെന്ന് 14 ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 14 ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വല്ലാണ്ട് ചെറുതായി പോവും സ്ലീവ്. 14 മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഫ്രില്ലൊക്കെ വരിക. നമ്മുടെ നെക്കിൻ്റെ അവിടെ ഫ്രില്ല് പോലെ വരും. ഇവിടെ ഇങ്ങനെ ഈ ഇറക്കം ഇതേപോലെ ഫ്രില്ലൊക്കെ ആയിട്ട് വരും. അത് കറക്റ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ കറക്റ്റ് ലെങ്ത് അല്ല നമ്മൾ എടുക്കുക. നെക്ക് കറക്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 4 ഇഞ്ചോ 6 ഇഞ്ചൊക്കെ ആവശ്യം വരുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ വെക്കുമ്പോൾ അത്രയും ആവശ്യം വരില്ല. പക്ഷെ അത്രയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത്രയും പോരാ. കാരണം അവിടെ ഫ്രില്ല് വരണം. ഇങ്ങനെ വെക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ഇതേപോലെ കറക്റ്റ് കിട്ടും. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് കുറച്ച് ഫ്രില്ല് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ആ ഭാഗം വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ഒരു 5 6 ഇഞ്ച് കൂടുതൽ എടുക്കാം എന്നുള്ള നിലക്ക് ഞാനൊരു കോമൺ ആയിട്ട് ഒരു 10 എന്ന് പറഞ്ഞിട്ട് ഒരു 10 ഇഞ്ച് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളൊരു പരീക്ഷണം എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ്. പക്ഷേ എന്തായാലും ഫ്ലോപ്പൊന്നും ആയിട്ടില്ല. ഞാനൊരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്രില്ല് കുറവ് മതി എന്നാണെങ്കിൽ നിങ്ങൾ 10 എടുക്കണമെന്നില്ല, 9 8 എടുത്താലും കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടത്തേക്കാണ് ഞാൻ പിന്നെ താഴ്ത്തിയിട്ട് ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴ്ത്തിയിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വരച്ചു കൊടുക്കുക. ഇത് ഈ വരച്ചത് കാണുന്നില്ല, കാരണം ഈ ഒരു എന്താ പറയുക ചോക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേപോലെയാണ്. ഞാനിപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് എങ്ങനെയാണോ വരച്ചിട്ടുള്ളത് അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്തുള്ള ലെങ്ത്തും കൂടിയും കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെയും ഇതേപോലെ എന്ത് ചെയ്യാം, നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് സ്ലീവ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു പഫ് എന്നല്ല, കുറച്ച് ഒരു ചെറിയൊരു ഫ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പിലാണ് വരിക. ഇനി ഇത് എങ്ങനെയാണോ നമുക്ക് കിട്ടുക എന്നുള്ളതും കൂടി ജസ്റ്റ് കാണിക്കാതാണ്ടില്ല. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ആം ഹോളിന് കറക്റ്റായിട്ട് വരും. പിന്നെ ഇത് ഫ്രില്ലായിട്ടും വരും. അപ്പം നെക്കിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് ഫ്രില്ല് ഇരിക്കുന്ന പോലെ ഉണ്ടാവും. ഈ ഫ്രില്ല് നിങ്ങൾക്ക് കുറയ്ക്കാം കൂട്ടാം. അത് 10 ഇഞ്ച് എന്നുള്ളത് 12 എന്നൊക്കെ എടുക്കുമ്പോൾ കുറേ ആവും. പക്ഷെ അത്രയും ഒരുപാട് വേണ്ടി വരും തോന്നുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്ത് വരുന്ന ബോട്ടമാണ്. ബോട്ടം ഞാൻ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലോത്തിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ട് വെച്ചിട്ട് ലെങ്ത്ത് എത്ര വേണമെന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തു. 40 ആണ് ലെങ്ത്ത് വേണ്ടത്. 40 ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതിനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 44 വിടുത്തുള്ള ക്ലോത്ത് ആണ് കേട്ടോ. 44 ആണ് വിടുത്ത് ക്ലോത്തിൻ്റെ. അത് ഒരു പീസ് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കും ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഷേപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ മാർക്ക് ചെയ്തൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ജസ്റ്റ് ഒരു ഫ്രില്ലിട്ട് പോകുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 പീസ് കണ്ടില്ലേ, ഇതൊന്ന് ഫ്രണ്ട് ഒന്ന് ബാക്കിലേക്ക് 2 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബോട്ടം വരുന്ന ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ലൈനിങ്ങും സെയിം തന്നെ ലൈനിങ്ങും അതിൻ്റെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടത്തിന് വെക്കാനുള്ള ലൈനിങ്ങും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ യോക്കിലെ സെൻറ്റർ പീസ് എടുത്ത് ഇതേപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നല്ല പീസ് ഈ ഒരു ഫ്രില്ലൊക്കെ ഇട്ട് വരാനുള്ള പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നേരെ സെൻറ്ററിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ ഒരു ഒറ്റ ലൈന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കണം. കാരണം നെക്ക് ഫിനിഷ് ചെയ്യണ്ടേ. ഇതാണ് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തു മടക്കി
ജസ്റ്റ് ഒന്ന് മടക്കി പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ രണ്ട് സൈഡിലും വലിയ സ്റ്റിച്ച്, നമ്മൾ മാക്സിമം നമ്മുടെ മെഷീനിൽ എത്രയാണോ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂടുതലുള്ള ആ ഒരു വലിയ സ്റ്റിച്ചിൽ ഇതേപോലെ ജസ്റ്റ് രണ്ട് സൈഡിലും ഇങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് പോവുക. മനസ്സിലായോ? താഴെ വരയ്ക്കും വലിയ സ്റ്റിച്ചിൽ വേണം ചെയ്യാൻ വേണ്ടി. ചെറിയ സ്റ്റിച്ചിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഫ്രില്ല് ആക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എത്രയാണോ വലിപ്പം ഉള്ളത് നമ്മുടെ മെഷീനിൽ അത്രയും വലിപ്പത്തിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഒറ്റ ലൈൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒരു നൂല് മാത്രം, അതിൽ നിന്ന് ഒരു നൂല് മാത്രം വലിച്ചിട്ട് ഇങ്ങനെ ഫ്രില്ലാക്കി എടുക്കും. അത് ഞാൻ മുന്നേയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ഫാസ്റ്റായിട്ട് കാണിക്കുന്നത്. ജസ്റ്റ് ഇതേപോലെ ചെയ്തിട്ട് നമ്മളിങ്ങനെ അതിനെ നൂലിനെ ഇങ്ങനെ വലിച്ച് നല്ല എന്താ പറയുക, സമാധാനത്തിൽ ചെയ്താൽ മതി, ധൃതിയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് ഇങ്ങനെ വരും. മനസ്സിലായോ? ഇതേപോലെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ മേളിൽ കറക്റ്റായിട്ട് വെച്ച് നോക്കുക, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കാരണം മേലെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് നമുക്ക് ആ ഒരു ഫ്രില്ല് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൊള്ളണം. ആ ഒരു ലൈനിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. അല്ലാണ്ട് വല്ലാണ്ട് ചെറുതായിട്ടും വല്ലാണ്ട് വലുതായിട്ടും കാര്യമില്ല. കറക്റ്റായിട്ട് ഇതേപോലെ കിട്ടണം. കണ്ടില്ല? എന്നിട്ട് നമ്മളതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തും സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫ്രില്ല് ആക്കിയെടുക്കണം. രണ്ടും ഒന്നിച്ചിട്ട് ആക്കിയെടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ട് അങ്ങനെ ചെയ്താൽ മതി. ഞാൻ ഒരു ഭാഗം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ ഭാഗം ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഭാഗവും പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെ സെൻറ്റർ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് അയൺ ചെയ്യുക. അപ്പോൾ പിന്നെ കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പീസ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം. അത് എന്ത് ചെയ്യുക, വെക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ രണ്ട് സൈഡിലും ആദ്യം നേരത്തെ ചെയ്ത പോലെ ചെയ്തിട്ട് നമുക്കതിനൊന്ന് ഫ്രില്ലാക്കി എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം നമുക്ക് ഇതിനൊരു ഫ്രില്ലാക്കി എടുക്കാം. അങ്ങനെ ഞാൻ ഒരു ഭാഗം ഫ്രില്ലാക്കിയിട്ട് പതിച്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് മറ്റേ ഭാഗവും ഫ്രില്ലാക്കി അത് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. ഇതത്ര വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേണേൽ പിൻ ചെയ്ത് കൊടുത്തോളൂ. കാരണം അതങ്ങനെ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്നില്ല എന്നാണ് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെയാണ് ഞാനിങ്ങനെ നോർമലി ഇങ്ങനെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തത്. പക്ഷേ എന്താ പറയുക, ഇച്ചിരി സമയം എടുക്കും. അങ്ങനെ തിരക്കെ പിടിച്ച് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തിട്ട് മെല്ലെ അങ്ങനെ ചെയ്തെടുത്താൽ മതിയെന്നേ ഉള്ളൂ. ഞാൻ ഇതേപോലെയാണ് ചെയ്തത്. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അല്ലാണ്ട് ഇത് അത്ര വലിയ ആനക്കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി വീഡിയോ അങ്ങനെ കാണിച്ചത്. ഇതിങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടതെന്നുള്ളത്. ഞാൻ പിൻ ചെയ്തിട്ടൊന്നും വെച്ചിട്ടില്ല. പിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒരു സേഫ്റ്റിക്ക് പിൻ ചെയ്ത് വെച്ചോളൂ. എന്താ വെച്ചാൽ ആ ഫ്രില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എന്താ പറയുക, ലൈന് പോലെ തന്നെയല്ലേ ഫ്രില്ല് വരുന്നത്. അപ്പോൾ അത് മേലെയും താഴെ ആവണ്ട എന്നുള്ളത് വെച്ചിട്ട് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗവും അതേപോലെ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാ ഭാഗവും അവിടെ ഇങ്ങനെ കൊള്ളുന്ന പോലെ ആക്കിയിട്ട് ബാക്കി വരുന്ന സൈഡിൽ ഇങ്ങനെ വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ഇത് ഈ ഒരു ഭാഗത്തുള്ളതും കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഫ്രില്ല് നല്ല ഭംഗിയായിട്ട് ഇരിക്കണേലും ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതും കൂടി നമ്മൾ ചെയ്തെടുക്കണം. ഒരു ഭാഗമല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഒരു ഭാഗവും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും സെയിം തന്നെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ സെൻറ്ററിൽ വരുന്നതും രണ്ട് സൈഡിലുള്ളതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലും അങ്ങനെ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു യോക്ക് ഭാഗം ഫിനിഷായിട്ട് കിട്ടും. കണ്ടില്ലേ? ഈ ഒരു ഭാഗത്തും ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമുക്ക് സെൻറ്റർ ഭാഗം കിട്ടുക. ഇതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ഡിസൈൻ തന്നെ ഇതാണ്. ഇത് ഫിനിഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പകുതിയും കഴിഞ്ഞ്, കാരണം ഇതിനാണ് ഇച്ചിരി സമയം എടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ബാക്ക് ഭാഗമാണ് ചെയ്തെടുക്കേണ്ടത്. ബാക്ക് ഭാഗം ലൈനിങ്ങുമായിട്ട് ഒന്നിച്ച് ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് മുന്നേ നെക്ക് ഒന്ന് എന്ത് ചെയ്യുക, നേരെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയൊക്കെ പതിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. കാരണം നെക്ക് നമ്മൾ വേറെ പീസൊന്നും വെച്ചിട്ട് ഫിനിഷ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നെക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്ത് ലൈനിങ്ങുമായിട്ട് ഫുള്ള് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ
ഈ ഒരു നെക്കിൻ്റെ അവിടെ നമ്മൾ ഷോൾഡറിൻ്റെ മേളിൽ വരുന്ന ആ ഒരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മടക്കി തയ്ക്കേണ്ടത്, അല്ലാണ്ട് സ്ലീവിൻ്റെ എൻഡല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്കൊന്ന് മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് വെക്കണം. ഈ ഒരു എലാസ്റ്റിക് എനിക്ക് കുറച്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് കിട്ടിയത്. ചെറുത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ചെറുതായിട്ടുള്ള ഇതിലും ചെറുതായിട്ട് വരുന്ന എലാസ്റ്റിക് ഉണ്ട്, അത് കിട്ടി കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കുന്ന തോന്നുന്നത്. എനിക്കിതേ കിട്ടിയിട്ടുള്ളൂ, കാരണം ഞാൻ പിന്നെ നോക്കി പക്ഷേ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിപ്പം ഒരു 1/2 ഇഞ്ച് അങ്ങനെ വരുന്ന എലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വീതിയിൽ ഞാനിവിടെ മടക്കി കൊടുക്കണം, കാരണം ആ ഒരു എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ടാണ് മടക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. ആദ്യം അത് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ നല്ല വീതിയായിട്ട് മടക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് എത്ര എടുക്കും എന്നുള്ളതാണ്. ഒരു ഭാഗത്തേക്ക് 12 എന്നുള്ള രീതിക്കാണ് എടുത്തത്. 12 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ഇറക്കം 6 എന്നുള്ള രീതിക്ക് ബാക്കിലും ഫ്രണ്ടിലും അങ്ങനെ 6 6 12, അതാണ് ഒരു ഭാഗത്തേക്ക് 12 എന്നുള്ള രീതിക്ക് എടുത്തത്. അങ്ങനെ 2 പീസ്, കാരണം ലെഫ്റ്റും റൈറ്റും വേണമല്ലോ നമുക്ക്. അങ്ങനെ 12 എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് 12 വേണ്ട 10 ആയാലും കുഴപ്പമില്ല, കാരണം നെക്ക് വല്ലാണ്ട് ഇറങ്ങിപ്പോകും എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് 10 എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. എനിക്ക് 12 കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു, ഞാൻ പിന്നെ കുറച്ചത് കുറച്ചു. അതുകൊണ്ട് 10 എടുത്താൽ മതി. എന്നിട്ട് അത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നമ്മൾ ഒരു പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 ഭാഗവും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗവും ലോക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ഇങ്ങനെ, കണ്ടില്ലേ, ഇതേപോലെ വരുന്ന പോലെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഫ്രില്ല് വരുന്ന പോലെ വരുന്ന കണ്ടില്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെ 2 പീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ യോക്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം ഫ്രണ്ട് പീസ് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശവും ഒന്നിച്ചിട്ടാണ് വരേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അങ്ങനെ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചു. ഇതിൻ്റെ നല്ല വശവും ഇതേപോലെ വരുന്ന പോലെ ആ ഒരു കോണ് കറക്റ്റായിട്ട് ഇതേപോലെ വരിക. എന്നിട്ട് ആ ഒരു ആം ഹോൾ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ വയ്ക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. കണ്ടില്ലേ, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും കൊടുക്കണം. ഇത് ജസ്റ്റ് ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കിട്ടുക. ഇവിടെ ഇങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും നമ്മൾ നല്ല ഭാഗവും ഒരേപോലെ ഇങ്ങനെയെല്ലാം മാറിപ്പോകരുത്. ഇതാ ഈ ഒരു ഭാഗം ഇതേപോലെ വരുന്ന പോലെ ഫേസ് ടു ഫേസ് നല്ലത് അങ്ങനെ വരുന്ന പോലെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗം ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ബാക്ക് വശം ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്ക് വശം ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്ക് പീസ് യോക്ക് എടുത്തിട്ട് നല്ല വശം ഇതേപോലെ ഒന്നിച്ചിങ്ങനെ വരുന്ന പോലെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അതാകുമ്പോൾ തിരിഞ്ഞു പോകുന്ന അങ്ങനത്തെ കൺഫ്യൂഷനൊന്നും വരില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇതേപോലെ വെച്ചിട്ട് അങ്ങനെ എടുത്ത് തയ്ച്ചാൽ മതി. ഞാൻ ഇതേപോലെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ട് അങ്ങനെ എടുത്ത് തയ്ക്കുക. മനസ്സിലായോ? ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ഭാഗവും നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ഫ്രണ്ടും ബാക്കും ഓക്കെ 2 പീസ് നമ്മൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് ഫിനിഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോഴത്തേക്കും എൻഡ് ഫിനിഷ് ആയിട്ടില്ല. ഇനി അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. മടക്കി തയ്ക്കുക, ചെറുതായിട്ട് തയ്ക്കുകയല്ല ചെയ്യുന്നത്. ചെറുതായിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് ലൂസായിട്ടില്ല ഇരിക്കുക. അപ്പോൾ അവിടെയും നമുക്ക് എലാസ്റ്റിക് കൊടുക്കണം. എലാസ്റ്റിക് കൊടുത്താലേ കുറച്ചൊരു എന്താ പറയുക ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെയിം എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് നോക്കിയിട്ട് വേണം നമ്മൾ അതും കൂടി മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ പിന്നെ അതിൻ്റെ അളവ് എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ ഇവിടുത്തെ അളവ് ഇവിടെ വരെയാണ് എനിക്ക് സ്ലീവ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ വെച്ച് നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു അളവ് നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് ഇങ്ങനെ നോക്കി അതിന് കറക്റ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ അവരവരെ എത്രയാണോ അളവ് വരുന്നത് അതിനനുസരിച്ചിട്ട് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുക. അല്ലാണ്ട് അതിലിപ്പോൾ കോമൺ ആയിട്ട് ഒരു അളവൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ കൈയിൻ്റെ തടി എത്രയാണോ അതിന് നോക്കിയിട്ട് എലാസ്റ്റിക് എടുത്താൽ മതി. കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ, അധികം ടൈറ്റായിട്ട് ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ കൂടെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തു. അങ്ങനെ 2 ഭാഗവും ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഷേപ്പൊന്നും ചെയ്യാറായിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? ഇതേപോലെയാണ് നമ്മുടെ സ്ലീവ് വരിക.
ഇനി ഇതിൻ്റെ താഴത്ത് വരുന്ന ഭാഗമാണ് ഇനി ചെയ്തെടുക്കേണ്ടത്. ഇനി വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ സാധാരണ നോർമലി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ താഴത്ത് വരുന്ന ഭാഗം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം. ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ ഒന്ന് തയ്ച്ചു കൊടുത്തോളൂ. ജസ്റ്റ് ഒരു ലൈൻ അങ്ങ് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫ്രില്ല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ ഫ്രില്ല് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു എൻഡ് വരയ്ക്കും. മനസ്സിലായോ? ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ കൂടെ ലൈനിങ്ങും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ്ങും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിവിടെ ഇങ്ങനെ ഇതൊന്നും പിന്നെ ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നില്ല. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ലൈനിങ് ഒക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലീവിൻ്റെ അവിടെ നിന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ യോക്കിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെവിടെ വരെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒന്നിച്ചിട്ടുള്ള. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ ഒന്നിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് യോക്ക് ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് ഇതേപോലെ വരുന്ന പോലെ വെച്ചിട്ട് അവിടെ വരെ മാത്രം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. എന്നാലേ ഭംഗിയായിട്ടുണ്ടാവും, വൃത്തിയായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒന്നിച്ചിട്ട് തന്നെ നമ്മൾ ആദ്യം ഷേപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡിസൈൻ വരുന്നത്. ഇത് റിക്വസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഭംഗിയായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയുക. ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിഡ്സിനും ഒക്കെ ചെയ്താലും എല്ലാം ഭംഗിയായിരിക്കും. ഈ ഒരു മോഡൽ തന്നെ ലോങ് ഡ്രസ്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഡിസൈനിൽ ലോങ് ഡ്രസ്സ് കണ്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒരിക്കൽ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മുടെ നെക്കും ഷോൾഡറും സ്ലീവും ഒക്കെ ഒന്നിച്ചിട്ട് വരുന്ന പോലെയാണ് വരുന്നത്. കണ്ടില്ലേ? ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഫ്രില്ല് വന്നിട്ട് സ്ലീവ് ഉൾപ്പെടെ അങ്ങനെ. പിന്നെ ഫ്രണ്ടിൽ ഇതേപോലെ ഫ്രില്ലാണ് വരുന്നത്. നിങ്ങൾക്ക് യോക്കിൻ്റെ ലെങ്ത്ത് വേണേൽ കുറക്കാം. എനിക്ക് യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയൊന്ന് തോന്നി. അത് കുറക്കണേൽ കുറക്കായിരുന്നു എന്ന് പിന്നെ ഒരു ഡൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ യോക്കിൻ്റെ ലെങ്ത്ത് കുറക്കാം. ഒരു 14 എന്ന് എടുക്കുന്നത് 13 12 അരിയൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇഷ്ടമായി ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പറയുക. ട്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക. നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോസ് തരാം. താങ്ക് യു.